ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ മുന്നിലൊരു കറുത്ത പൂച്ച വന്നു ചാടിയാൽ നെറ്റിച്ചൊലിക്കാത്തവർ ചുരുക്കമല്ലേ? അതെ, ഒരു കറുത്ത പൂച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റി പറിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്ങനൊരു ഭയാനക കഥയിലേക്കാണ്. ദ ബ്ലാക്ക് കാറ്റ്, എഡ്ഗർ അലൻ പോ. നാളെ എൻ്റെ ജീവൻ ഈ കഴുകുമരത്തിൽ അവസാനിക്കും. അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഭയാനകമായ സംഭവങ്ങളുടെ സത്യകഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു കാലത്ത് ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരും സ്നേഹിക്കുന്ന, മൃഗങ്ങളെ അതിയായി സ്നേഹിച്ച ഒരു പച്ചയായ മനുഷ്യൻ. എൻ്റെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളെ ഞാൻ വളർത്തി. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു കറുത്ത പൂച്ചയായിരുന്നു. അവൻ്റെ പേര് പ്ലൂട്ടോ. കാലക്രമേണ എൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഞാനൊരു മദ്യപാനിയായി മാറി. ഒരു പരുക്കനും ക്രൂരനുമായി മാറി തുടങ്ങി. ഭാര്യയോട് മാത്രമല്ല, എൻ്റെ മൃഗങ്ങളോട് പോലും. പക്ഷേ ഞാൻ എൻ്റെ പ്ലൂട്ടോയെ മാത്രം ഉപദ്രവിച്ചില്ല. ഒരു രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയപ്പോൾ പ്ലൂട്ടോ എന്നെ കണ്ടതും എന്നിൽ നിന്ന് മാറിപ്പോയി. അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവനെ പിടിച്ചു. അവൻ ഭയന്ന് എൻ്റെ കയ്യിൽ കടിച്ചു. ആ നിമിഷം എൻ്റെ ഉള്ളിലെ രാക്ഷസൻ പുറത്തു വന്നു. ഞാനൊരു പേനാക്കത്തി കൊണ്ട് പ്ലൂട്ടോയുടെ ഒരു കണ്ണ് പുറത്തെടുത്തു. അതിനുശേഷം എനിക്ക് കുറ്റബോധമൊക്കെ തോന്നിയെങ്കിലും ആ മാനുഷികത എൻ്റെ ഉള്ളിൽ അധിക നേരം ജീവിച്ചില്ല. ഒരു ദിവസം പ്ലൂട്ടോയെ പുറത്തേക്ക് കൊണ്ടുപോയി. ഒരു മരത്തിൻ്റെ ശാഖയിൽ ഒരു കയർ കെട്ടി. അതിനുശേഷം ഞാൻ അവനെ തൂക്കിലേറ്റി. അവൻ പിടഞ്ഞു ചാവുന്നത് ഞാൻ ആസ്വദിച്ചു കണ്ടു. അവൻ്റെ കണ്ണിലൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ പെട്ടെന്ന് എൻ്റെ വീട് തീ പിടിച്ചു. എല്ലാം നശിച്ചു. പക്ഷേ ഒരു ചുവർ മാത്രം നിലനിന്നു. ആ ചുമരിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. ഒരു വിചിത്ര ചിത്രം, ഒരു പൂച്ചയുടേത്. അതിൻ്റെ കഴുത്തിൽ ഒരു കയറിൻ്റെ അടയാളവും. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു മദ്യശാലയിൽ ഞാനൊരു പൂച്ചയെ കണ്ടു. പ്ലൂട്ടോയെ പോലെ ഒരു പൂച്ച. പക്ഷേ അതിൻ്റെ നെഞ്ചിൽ ഒരു വെള്ളപ്പാടുണ്ടായിരുന്നു. ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനെ കാണുമ്പോൾ ഉള്ളൊരു ഭയം ജനിക്കുന്നതായി എനിക്ക് തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. ആ വെള്ളപ്പാട് മാറി ഒരു രൂപമായി മാറി, ഒരു തൂക്കുമരത്തിൻ്റെ രൂപം. എനിക്ക് തോന്നി പ്ലൂട്ടോയുടെ ആത്മാവ് എന്നെ പിന്തുടരുകയാണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും മുറിയിൽ നിൽക്കുമ്പോൾ ആ പൂച്ച എൻ്റെ കാലിൽ ചുറ്റിക്കളിച്ചു. എനിക്ക് ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു. കയ്യിൽ കിട്ടിയൊരു കോടാലി എടുത്ത് ഞാൻ ആ പൂച്ചയെ കൊല്ലാൻ കൈയോങ്ങി. എൻ്റെ ഭാര്യ എന്നെ തടഞ്ഞു. ആ കോപത്തിൽ ഞാൻ അവളുടെ തലയിൽ വെട്ടി. അവൾ ഉടനെ മരിച്ചു. ഞാൻ അവളുടെ മൃതശരീരം ആ ചുമരിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചു. പിന്നീട് ആ ചുമരടച്ചു. ആരും കണ്ടില്ല. പൂച്ചയെ കാണാനില്ല. എനിക്ക് ആശ്വാസം തോന്നി. ഭാര്യയെ കാണാതായതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു. എല്ലാം പരിശോധിച്ചു. എനിക്കൊട്ടും പേടിയില്ലായിരുന്നു. അവസാനം അവർ പോകുമ്പോൾ ഞാൻ ചുമരിൽ കൈകൊണ്ടടിച്ചു പറഞ്ഞു, ഈ ചുമർ ശക്തമാണ്. അപ്പോൾ ആ മതിൽ നിന്ന് ഒരു ഭയങ്കര നിലവിളി. പോലീസിന് സംശയം തോന്നി. അവർ ആ ചുമർ പൊളിച്ചു. അവിടെ എൻ്റെ ഭാര്യയുടെ അഴുകിയ ശവശരീരം, അതിൻ്റെ മുകളിൽ ആ കറുത്ത പൂച്ച. മൃതദേഹം ചുമരിൽ ഒളിപ്പിച്ചപ്പോൾ ആ പൂച്ചയെ അറിയാതെ പെട്ടതാണ്.
അങ്ങനെ ഞാൻ കാരാഗ്രഹത്തിലായി. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എത്ര വലിയ ഭിത്തിയിൽ ഒളിപ്പിച്ചാലും ആ സത്യം എന്നെങ്കിലും പുറത്തു വരും. എഡ്ഗർ അലൻ പോ അമേരിക്കൻ സാഹിത്യത്തിലെ ഗോത്തിക് ഹൊറർ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്നിവയുടെ പിതാവാണ്. ദ ബ്ലാക്ക് കാറ്റ് ബൈ എഡ്ഗർ അലൻ പോ. നന്ദി.